കാസർഗോട്ടെ ഇരട്ട കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിക്കും. ഇതോടെ CPM കൂടുതൽ പ്രതിരോധത്തിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ CBIയെ കൊണ്ട് കേസ് നേരാവണ്ണം അന്വേഷിപ്പിക്കുമെന്ന ഉറപ്പാണ്. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കൊല്ലപ്പെട്ട കൃപേഷിന്റെ അച്ഛൻ പറഞ്ഞു. കുഞ്ഞിരാമൻ MLAയുടെ പ്രേരണ കൊണ്ടാണ് CPMകാർ കൊല നടത്തിയതെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ അച്ഛനും ആരോപിച്ചു. മാസങ്ങൾ നീണ്ട ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പുറത്തുനിന്ന് എത്തിയിട്ടുള്ളവരാണ് കൊല നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. പുതുമ MLAക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ P ജയരാജനും TV രാജേഷ് MLAക്കുമെതിരെ CBI കൊലക്കുറ്റവും ഗൂഢാലോചന കുറ്റവും ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചിട്ട് ഒരാഴ്ചയാകുന്നതേയുള്ളൂ. അതിന് പിന്നാലെ ഇരട്ട കൊലപാതകവും CBI അന്വേഷിച്ചാൽ CPMന് കയ്യും കെട്ടി നോക്കി നിൽക്കാനേ കഴിയൂ. ഈ കേസിൽ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായതിനാൽ കേന്ദ്ര സർക്കാർ CBIയെ കൊണ്ട് കേസ് ഏറ്റെടുപ്പിക്കുകയും ചെയ്യും. കാരണം പിണറായി അധികാരത്തിലേറിയ ശേഷം നടന്ന 20 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ 11 BJP RSS പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. പുതുമ MLA K കുഞ്ഞിരാമൻ ഇടപെട്ടാണ് കൊലപാതകം നടത്തിയതെന്ന് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ബന്ധുക്കൾ ആരോപിച്ചു. ഇരുവരുടെയും നേതൃത്വത്തിൽ മുമ്പ് കൊല നടത്തിയ പീതാംബരനെ ആക്രമിച്ചപ്പോൾ MLA പരസ്യമായി ഭീഷണി മുഴക്കിയിരുന്നു. ഒരുത്തനെയും വെറുതെ വിടില്ലെന്ന് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ ഓർമ്മിപ്പിച്ചു. അതേസമയം MLA ആരോപണങ്ങൾ നിഷേധിച്ചു. ആക്രമണം ഉണ്ടായപ്പോൾ പാർട്ടിക്കാരൻ വീണ്ടും ആക്രമിക്കപ്പെടാതിരിക്കാൻ എന്തോ പറഞ്ഞതല്ലാതെ ഒന്നും നടന്നിട്ടില്ല. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ ഉയരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി അറിയാതെ കൊലപാതകം നടക്കില്ലെന്ന പ്രതിയായ പീതാംബരന്റെ ഭാര്യയും മകളും വെളിപ്പെടുത്തിയതും CPMന് വൻ തിരിച്ചടിയായി. കൊല നടത്തിയത് പ്രതി ഒറ്റയ്ക്കല്ലെന്ന് ഏകദേശം വ്യക്തമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ഏജൻസി കേസ് അന്വേഷിച്ചാൽ സ്വതന്ത്രമായ അന്വേഷണം നടക്കില്ല. പോലീസിന് മേൽ ഇപ്പോഴേ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ടാണ് പ്രതികൾ സഞ്ചരിച്ച 2 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ചെന്നിട്ടും നടക്കാഞ്ഞത്. പുതുമ MLA ഇടപെട്ടാണ് പോലീസിനെ തടഞ്ഞത് എന്നീ കാര്യങ്ങളും ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഹർജിയിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടും. കോൺഗ്രസിന്റെയും UDFന്റെയും ശക്തമായ പിന്തുണ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനുണ്ട്. നിയമസഹായമടക്കം അവർ ഉറപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.